السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. أصلي وأسلم على المبعوث رحمة للعالمين محمد بن عبد الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറത്തുൽ ഹുജറാത്ത് 13-ാമത്തെ ആയത്താണ്. ഒന്നുകൂടി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹൻ നാസു ഇന്നാ ഖലഖനാകും മിൻ ذكر وأنثى وجعلناكم وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. يا أيها الناس മനുഷ്യരെ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ നാം ശാഖകളും ഗോത്രങ്ങളും സമൂഹങ്ങളും ഒക്കെ ആക്കിയിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നവനാണ്, ഭയഭക്തിയുള്ളവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യനായിട്ടുള്ളവൻ, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അള്ളാഹു സർവജ്ഞനും എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു. ഈ ആയത്തും അതിൻ്റെ സാമാന്യമായ ഒരു വിശദീകരണവും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏതാനും ഹദീസുകളും ഒക്കെ നമ്മൾ ഇന്നലെ ഉദ്ധരിച്ചു. ഇനി വേറെയും കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, മനുഷ്യനെ ആണും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മനുഷ്യനെ ആണും പെണ്ണുമായി ഇണകളായാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. ആണിന് പെണ്ണും പെണ്ണിന് ആണുമായിട്ടാണ് അള്ളാഹു ഇണകളായി സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. വജഅൽനാകും അസ്വാജൻ, നിങ്ങളെ ഇണകളായി. പുരുഷന്റെ ഇണയായി അള്ളാഹു അതിന് യോജിച്ച രൂപത്തിൽ സ്ത്രീയെയും, സ്ത്രീക്ക് ഇണയായി അതിന് യോജിച്ച രൂപത്തിൽ പുരുഷനെയും സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രകൃതിപരമായ ശാരീരികമായ മറ്റ് വിചാരങ്ങൾക്കെല്ലാം യോജിക്കുന്ന തരത്തിൽ അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ആധുനിക ലോകത്ത് ഇന്ന് വലിയൊരു
വിഷയം പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല നാടുകളും അത് അംഗീകരിച്ചു. പല നിയമങ്ങളും, പല നാട്ടിലെയും ഭരണഘടനയും അവിടുത്തെ നിയമങ്ങളും ഒക്കെ അത് അംഗീകരിക്കുകയും അങ്ങനെ ഇതിനൊരു മാറ്റം വരുത്തുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിലും അത് വന്നു കഴിഞ്ഞു. അതായത് ആണിനെ തന്നെ ഇണയായിക്കുക. ആണിന് തോന്നുകയാണ് ഞാനൊരു പെണ്ണാണ് എന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവന് സ്വയം ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കൊടുക്കുകയും അതിന് പ്രത്യേക പേര് കൊടുക്കുകയും ട്രാൻസ്ജെൻഡറും മറ്റു പലതരത്തിലുള്ള പേരുകളൊക്കെ കൊടുത്ത് അങ്ങനെ നിശ്ചയിക്കുന്ന ഒരു ഏർപ്പാട് മിക്കവാറും നാടുകളിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ തന്നെ മാറ്റം വരുത്തുന്ന രൂപത്തിലാണ് ഈ കാര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് ആ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൈശാചികമാണ് എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. സൂറത്ത് നിസാഇൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഖുർആൻ. വല ആമുറന്നഹും വല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. പിശാച് പറയാണ് അവരോട് ഞാൻ തീർച്ചയായും കൽപ്പിക്കും, അങ്ങനെ അവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തും എന്നാണ്. സൂറത്തു നിസാ 119 ആയത്. അപ്പോ അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നില്ല. ആണിനെ പെണ്ണായും പെണ്ണിനെ ആണായും എന്നിട്ട് പെണ്ണിന്റെ ലൈംഗികാവയവങ്ങൾ, ആണിന്റെ ലൈംഗികാവയവങ്ങൾ വരെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റി അതിനനുസരിച്ച് കോലം മാറ്റി തിരുത്തി ജീവിക്കാനുള്ള ഒരു പ്രവണത, വളരെ ദുഷിച്ച ഒരു പ്രവണതയായിട്ട് മാത്രമേ നമുക്ക് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അത് കാണാൻ കഴിയുകയുള്ളൂ. അത് തികച്ചും പൈശാചികമാണ്. ഈ ആയത്ത് സൂറത്ത് നിസായിലെ 119 ആയത്തിൽ പിശാച് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിന്റെ മുമ്പും ശേഷം ഒക്കെ പറയുന്നത് അതാണ്. അപ്പോ അങ്ങനെ ഒരു പരിപാടി ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ആണും പെണ്ണും എന്നുള്ളതിന് പകരം ആണ് കുറച്ച് കഴിഞ്ഞിട്ട് പെണ്ണായും പെണ്ണ് കുറച്ച് കഴിഞ്ഞിട്ട് ആണായും അങ്ങനെ ആണും ആണുമായിട്ട് ജീവിക്കലും പെണ്ണും പെണ്ണുമായിട്ട് ജീവിക്കലും ഇങ്ങനെ പലതരത്തിലുള്ള ശരിക്കു പറഞ്ഞാൽ തോന്നിയാസങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് ലോകത്ത് മനുഷ്യൻ സമന്മാരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാഷ്ട്രങ്ങളും അങ്ങനെ തന്നെയാണ് അവകാശപ്പെടുന്നത്. പക്ഷെ മനുഷ്യന്റെ ഉള്ളിൽ ഈ നിറത്തോടുള്ള അല്ലെങ്കിൽ ജാതിയോടുള്ള താല്പര്യവും അതിനോടുള്ള പ്രേമവും ഉറങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ നാട് തന്നെ എന്തായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മളുടെ ചരിത്രം പഠിച്ചാൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജാതികളെ വേറെയായിട്ട് ഐത്തം കൽപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിരുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 10-100 വർഷം മുമ്പൊക്കെ അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറെ അടി ദൂരത്തു കൂടി താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ പോലും കഴിയുമായിരുന്നുള്ളൂ. അവരുടെ ഉയർന്ന ജാതിക്കാരുടെ വീടുകളിൽ വന്നാൽ അവരുടെ പടിക്ക് പുറത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുകയും ഓച്ചാലിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെ ഈ തിരൂർക്കാട് നടന്ന ഒരു സംഭവം എൻ്റെ ഒരു ബന്ധു എന്നോട് പറയുകയുണ്ടായി. അധികാരിയായിട്ട് ഒരാള്, ഒരു നമ്പൂരി ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര. ആ നമ്പൂരിയുടെ മുമ്പിൽ
അയാളുടെ അതായത് അയാളുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന ഒരു മുസ്ലിമായൊരു മനുഷ്യൻ തോളിൽ നിന്ന് മുണ്ടെടുത്ത് മാറ്റി അരയിൽ ചുറ്റി ഇങ്ങനെ റുക്കൂയിൽ നിൽക്കുന്നത് പോലെ നിന്നുകൊണ്ട് സംസാരിച്ച രംഗം മൂപ്പർ കണ്ടിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. വെച്ചാൽ ഒരു 50 വർഷം 60 വർഷം മുമ്പ് കണ്ട സംഗതിയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഈ രൂപത്തിൽ ഉള്ള അവസ്ഥ നമ്മളെ നാട്ടിൽ കഴിഞ്ഞു പോയിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് മണ്ണിൽ കുഴി കുഴിച്ച് അതിൽ ഇല വെച്ച് അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പാത്രത്തിൽ കുടിക്കാനുള്ള അധികാരമല്ല, മറിച്ച് മണ്ണിൽ കുഴി കുഴിക്കുക, എന്നിട്ട് കുഴിച്ചിട്ട് അതിൽ ഇല വെക്കുക, ആ ഇലയിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം പട്ടികൾക്കും പൂച്ചകൾക്കും കൊടുക്കാൻ വീടുകളിൽ ചെറിയ പാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ചിരട്ട ഉണ്ടാവും, അതിലാ കൊടുക്കുക. അതിനേക്കാൾ മോശമായ അവസ്ഥ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മളവിടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്ര ദൂരത്തു കൂടി മാത്രമേ അവർക്ക് നടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തന്നെ വലിയ ഒരു അധ്യായമായി പരിഗണിക്കപ്പെടുന്ന സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. തിരുവിതാംകൂറിൽ രാജ്യത്തെ ശിവക്ഷേത്രത്തിന് മുമ്പിലുള്ള വഴികളിൽ കൂടിട്ടോ, അല്ലാണ്ട് ക്ഷേത്രത്തിൽ കിടക്കാനല്ല, അത് വേറെ പ്രശ്നമുണ്ട്. വഴികളിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടന്നു എന്നാ പറയുന്നത്. ക്ഷേത്രത്തിന്റെ അടുത്തുള്ള വഴികളിൽ കൂടി, റോഡുകളിൽ കൂടി, പൊതുവഴിയിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക്, ദളിതന്മാർക്ക് എന്നൊക്കെ നമ്മൾ പേര് പറയുന്ന അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പൊ ആ വഴികളിൽ കൂടി നടക്കാനുള്ള വലിയൊരു സമരം ഇന്ത്യയിലൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട നിലയിൽ ഒരു സമരം നടന്നു എന്നാണ് പറയുന്നത്. 1924-25 കാലഘട്ടത്തിലാണ് അത് നടന്നത്. 1924 മാർച്ച് 30 തുടങ്ങി 1925 നവംബർ 23 ആണ് സമരം അവസാനിപ്പിച്ചത്. ആ സമരത്തിൽ TK മാധവൻ, കേളപ്പൻ, EV രാമസ്വാമി നായ്ക്കർ, തമിഴ്നാട്ടിലെ വലിയ പ്രസിദ്ധനായ ഒരാളായിരുന്നു EV രാമസ്വാമി നായ്ക്കർ, EVR എന്നറിയപ്പെട്ടിരുന്നു. ഇവര് അഹിംസാ സമരം തുടർച്ചയായിട്ട് ഒരു വർഷം മുഴുവൻ നടത്തി അഹിംസാ സമരം നടത്തി എന്നാണ് പറയുന്നത്. അപ്പോ അത്ര മോശമായ അവസ്ഥയിലായിരുന്നു നമ്മുടെ നാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ പോയാൽ പലപ്പോഴും അനുഭവസ്ഥർ പറയുന്നുണ്ട്, നിറം മോശം, ജാതി മോശം, അവരൊക്കെ പൊതുസ്ഥലങ്ങളിൽ അവർക്ക് അംഗീകാരമില്ല, അതുപോലെ ഹോട്ടലുകളിലും മറ്റുമൊക്കെ അവർക്ക് പ്രത്യേക ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 70കളിൽ തമിഴ്നാട്ടില് തിരുനെൽവേലിക്കടുത്തൊരു സ്ഥലത്ത് ഒരു നാട്ടുകാർ മുഴുവൻ മുസ്ലിമായി. അപ്പൊ അത് റഹ്മത്ത് നഗർ എന്ന് പേര് മാറ്റി. അപ്പൊ അത് കാണാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു ജ്യേഷ്ഠനും കൂടി, മുത്താപ്പാന്റെ മകനും കൂടി അത് കാണാൻ പോയിരുന്നു. അപ്പൊ അവിടെ അന്ന് നമ്മൾ കണ്ട സംഗതി എന്താന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഹോട്ടലിലേക്ക് ഒരു ചായപ്പീടിയിൽ കയറിയാൽ നമുക്ക് ഗ്ലാസ്സിൽ ചായ കിട്ടും. താഴ്ന്ന ജാതിക്കാർക്ക് മണ്ണിന്റെ മൺപാത്രത്തിലാണ് ചായ കൊടുത്തിരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ ഇങ്ങനെ മോശക്കാരായിട്ട് കാണുന്ന ഒരവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും ദുരഭിമാനക്കൊല എന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്ക് പത്രങ്ങളിൽ കാണാം. ദുരഭിമാനക്കൊല അത് ഇതാണ് അധികം തന്നെ, അത് ഒക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ജാതി വേറെ ആയതുകൊണ്ട്, വിവാഹം സമ്മതിക്കാത്തത് കൊണ്ട് വീട്ടുകാർ തന്നെ ഇവരെ കൊലപ്പെടുത്താൻ ഈ ഏർപ്പാട് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ ഇന്ത്യ, പ്രത്യേകിച്ച് നമ്മളെ നാട്, നമ്മളെ കേരളം ഒക്കെ ഈ നിറത്തിന്റെ പേരിൽ, അതിൻ്റെ ഉള്ളിൽ മോശമായിട്ട് കാണുന്ന ഒരവസ്ഥ ഇപ്പോഴും കുറേശ്ശെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇന്ന് ലോകത്ത് ഏറ്റവും പുരോഗമിച്ച നാട് എന്ന് പറയപ്പെടുന്ന അമേരിക്കയിൽ കറുത്ത വർഗക്കാർക്കെതിരെ നടക്കുന്ന, അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളും കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ
ഓർക്കുന്നത് നന്നായിരിക്കും. അതായത് അവിടെ വിദ്വേഷ കുറ്റകൃത്യമായിട്ട് എണ്ണുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. വംശത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഈ നിറത്തിന്റെ പേരിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വംശവിദ്വേഷത്തിന്റെ കുറ്റകൃത്യമായിട്ടാണ്, വിദ്വേഷ കുറ്റകൃത്യമായിട്ടാണ് പരിഗണിക്കുക. കണക്കുകൾ പറയുന്നത് 2023 2 വർഷം മുമ്പ് 7275 വംശീയ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ഉണ്ടായി. അതിൽ അധികവും ഈ കറുത്ത വർഗക്കാരോടുള്ള പ്രശ്നത്തിന്റെ പേരിൽ ഉണ്ടായ കേസുകളാണെന്നാ പറയുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ലോകത്ത് മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ജോർജ് ഫ്ലോയിഡിന്റെ മരണമാണ്. ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗക്കാരൻ മരണപ്പെട്ടത് ഒരു പോലീസുകാരൻ മിനിയാപോളിസ് എന്നുള്ള സ്ഥലമാണ്. 2020 മെയ് 25 പോലീസ് ഓഫീസർ ഡെറക് ഷോവിൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ജോർജ് ഫ്ലോയിഡിന്റെ കഴുത്തിൽ കാൽമുട്ട് അമർത്തി നിലത്ത് 9 മിനിറ്റും 29 സെക്കൻഡും അങ്ങനെ കാൽമുട്ട് അമർത്തി പിടിച്ചു നിന്നു. അങ്ങനെ ഈ ജോർജ് ഫ്ലോയിഡ് മരണപ്പെട്ടു. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ കഴുത്തിൽ കാൽമുട്ട് പിടിച്ചു നിർത്തുന്ന സമയത്ത് ഇയാൾ പറഞ്ഞത് ഐ കാൺട്ട് ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല, ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞു. അത് വലിയ ഒരു പ്രക്ഷോഭത്തിന്റെ ഒരു ഐക്കണായി മാറിയെന്നാണ്. അതായത് ഐ കാൺട്ട് ബ്രീത്ത് എന്നുള്ള ഒരു പ്രസ്ഥാനം ആരംഭിച്ചു ലോകം മുഴുവനും. അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഐ കാൺട്ട് ബ്രീത്ത്, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന വാക്ക് വലിയ ഒരു പ്രസിദ്ധിക്കുള്ള ഒരു സംഗതിയായി മാറി, ഒരു പ്രക്ഷോഭത്തിനുള്ള കാരണമായി മാറി എന്നാണ്. അനീതിക്കെതിരായ ആഗോള പ്രക്ഷോഭങ്ങൾക്ക് ഈ സംഭവം തിരികൊളുത്തി എന്നാണ്. അങ്ങനെ അവിടെ കേസ് നടന്ന് പറയുമ്പോൾ അവിടെ നിയമമൊക്കെ അതിനെതിരാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നിട്ട് അങ്ങനെ കേസ് നടന്നു. ഇയാളെ 22.5 വർഷം തടവിന് ശിക്ഷിച്ചു എന്നാണ്. പിന്നെ അതിന് ശേഷം 2021 പിറ്റത്തെ കൊല്ലം ശിക്ഷ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു സംഭവം 2014 ഉണ്ടായതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂയോർക്കിൽ എറിക് ഗാർഡൻ എന്ന അതുമായി ബന്ധപ്പെട്ടാണ് സംഭവം. 11 തവണ ഐ കാൺട്ട് ബ്രീത്ത് എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ എന്നിട്ടും അങ്ങനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവങ്ങൾ. അതുപോലെ കറുത്ത വർഗക്കാരനാണ് എന്നതിന്റെ പേരിൽ 5 പോലീസുകാർക്കെതിരെ കുറ്റം ചുമത്തി അങ്ങനെ ഈ കേസിൽ വിധി ഉണ്ടായി എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ചുരുക്കം, മനുഷ്യന്റെ ഉള്ളിൽ കറുത്തവൻ മോശക്കാരനാണ്, വെളുത്തവൻ വലിയ മെച്ചപ്പെട്ടവനാണ് എന്ന ഒരു ധാരണ എങ്ങനെയോ പടർന്നിട്ടുണ്ട്. അത് മുമ്പേ ഉള്ളതാണ്. ഇപ്പൊ ഈ ആയത്ത് ഇറങ്ങിയിട്ട് 14 നൂറ്റാണ്ടുകളിൽ ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള ഒരു ആയത്താണ് ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നതിന് വേണ്ടിയാണ് ആധുനികമായ ചില സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലും ഒക്കെ ഇത്തരത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും അതിന്റെ പ്രതികരണങ്ങളും ആ പ്രതികരണങ്ങൾക്ക് പേരുള്ള ചർച്ചയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാര്യം. നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ജനിച്ചതിന്റെ പേരിലോ ഗോത്രത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന ഭാഷ ഉയർന്നത് മറ്റേ ഭാഷ മോശം, അതും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതായിട്ട് പത്രങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അപ്പൊ ചുരുക്കം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിറം, ജാതി, ഭാഷ, വേഷം, ജോലി, സമ്പത്ത്, ഇതിന്റെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ, വിവേചനങ്ങൾ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നിത്യപ്രസക്തമായ ഒരു വിഷയമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളിൽ സൂക്ഷ്മതയുള്ളവൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് നല്ല നിലക്ക് ജീവിക്കുന്നവൻ, ജീവിത വിശുദ്ധി പാലിക്കുന്നവൻ, അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ എന്ന തത്വം വളരെ പ്രസക്തമായ, നിത്യപ്രസക്തമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. ഇത് നമ്മൾക്ക് എവിടെയും പറയാവുന്ന, ആരുടെ മുമ്പിലും പറയാവുന്ന
ഒരു കാര്യമാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമ്മൾ ഇന്നലെ ഉദ്ധരിച്ചല്ലോ, ഹദീസുകളൊക്കെ. അപ്പൊ അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.